ഞങ്ങളിങ്ങനെ ഞങ്ങൾ ജില്ല വിട്ടു ഗൈസ്. ജില്ല എറണാകുളം ജില്ല വിട്ടു. ഇപ്പോൾ കൊല്ലത്തെത്തി. ഞങ്ങൾ കൊല്ലത്ത്. അപ്പം അതിലെ കൂടെയാണ് തെണ്ടൽ. അങ്ങനെ ബോറടിച്ച് ചെന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു പാടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നടക്കാമെന്ന് വെച്ചു. അത്യാവശ്യം വെയിലുമുണ്ട്, എന്നാലും സാരമില്ല, കാറ്റടിക്കുന്നതുകൊണ്ട് ചൂടറിയുന്നില്ല. ചൂടുണ്ട്, പക്ഷേ കാറ്റ് നിൽക്കുമ്പോൾ ഇതേ കൊക്ക്, എത്ര കൊക്കാന്ന് നോക്കുക. അങ്ങ് നമുക്ക് അതിലെ അങ്ങനെ മേലോട്ട് കയറി പറഞ്ഞാത്തൂടെ അതിലേ അറിയാം. അവിടെയാണ് ആ തോട്. ഇവിടെ എന്തോ നട്ട് വെച്ചിട്ടുണ്ട്. അതിനെ അത് കുമ്പളങ്ങയോ വെള്ളരിയോ. അവിടെ കൃഷിയാണ്. അങ്ങോട്ടങ്ങ് പോകണ്ട. എന്നുവെച്ചാൽ നമുക്ക് ഇതിലെ നടന്ന് അങ്ങനെ പോവാം. തോട് അവിടെ ഏതാ? മുട്ടച്ചിന്നുണ്ട്. ആ ബട്ടൻസ് എന്നാ പറഞ്ഞു. ബട്ടച്ചി. ആ എന്തോ ഇത് എന്നാണ് പിന്നീര് ബട്ടൻസ് കിട്ടിയോ? ഇത് വെച്ച് ടാറ്റു അടിക്കാൻ പോവാ. ചൊറിയുന്നുണ്ടെന്ന് തോന്നാണ്. ഒരു ഡാൻസ്. ആ ഹായ്. അതെന്ത് ഡാൻസ് അത്? ചൊറിയാൻ തുടങ്ങുന്നതാ. പുല്ലുകൊണ്ട് ചക്കര കാലിലൊക്കെ നോക്കി നടക്കണം. അമ്പ എന്താ പറഞ്ഞേ? അമ്മ വിളിച്ചു പറഞ്ഞു തോട്ടി പോണു. അമ്മൻ റോജനയോ? റോജ ഒരു പോട്ടത് അങ്ങനെ പറഞ്ഞോളെ. റോജ പോണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാ അവളങ്ങനെ പറയാറില്ലല്ലോ. നമ്മുടെ കൂടെ പോണെന്ന് പറഞ്ഞില്ലേ? അവളങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ. ഇഞ്ചേച്ചി പറഞ്ഞതിലൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനിയും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോയില്ല എന്നുള്ളത് വിഷമം അവർക്ക് വരണ്ട. ആ അപ്പം അവരായിട്ട് വിടായിരുന്നല്ലേ അപ്പം പ്രശ്നം. ആ കളിയാ. കുട്ടാപ്പനെ ഒട്ടും വിടില്ല. എവിടെ നമുക്ക് ഇവിടുന്ന് അങ്ങ് വരെ നടക്കാം. നേരെ പോകാൻ പറ്റൂലേ? സ്ട്രെയിറ്റ് ആയിട്ട്. ആ എന്താ അവിടെ നിൽക്കുന്നേ? ചീരയാണോ? അയ്യോ പോയി. ആ ഇവിടെ എന്നെ പറയുന്നേ. ഓ എനിക്കാണെങ്കിലേ എന്താ പറയുക, ഭയങ്കര ഒരു തളർച്ച പോലെ. ചൂടെടുത്തിട്ടാണോ ചൂടിൻ്റെ ആണോന്നറിയില്ല. വലുതായിട്ട് വെയിലില്ല, പക്ഷെ എന്നാലും എന്ത് പ്രാവ് എത്ര നോക്ക്. അയ്യോ പ്രാവെന്ന് നാണ്ട പറന്നു പോണോണ്ടോ. ആഹാ എല്ലാം കൂടെ അവിടെ ഇരിക്കുമോ? നമ്മൾ ചെന്നപ്പോൾ പറന്നാണ്ടോ. ഓ എനിക്കൊന്നാതെ വയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ക്ഷീണം. അല്ല എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? അവിടെ അങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു. പുരുവെയിലത്ത് പക്ഷേ ഇതിനെ തന്നെ ആരും അങ്ങോട്ട് കയറുന്ന കാര്യമാണ് പണി. കുത്തു കയറ്റോ അതോ നമ്മളിവിടുന്ന് കയറിയ കാർത്തൂൻ്റെ വീടിൻ്റെ അവിടെ എത്തും. കഴിഞ്ഞ തവണ എങ്ങാണ്ട് ഇവർ എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന ഓർമ്മയുണ്ടോ? നമ്മുടെ അടുത്ത് പറയാണ്ട് മഞ്ചാടി
മഞ്ചാടി, അമ്പു, ഇത് എന്തായിരുന്നു അമ്മു, പിന്നെ ആരൊക്കെ വെള്ളമാ, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നടി? കുട്ടാപ്പി. ഒന്നേ രണ്ടെണ്ണം കൊടുക്കണ്ടായിരുന്നു പറയാണ്ടിറങ്ങി വന്നേന്. എന്നോടൊന്നും ആരും പറഞ്ഞിട്ടില്ല, പറഞ്ഞ ഞാൻ വിടത്തുമില്ലായിരുന്നു ഒറ്റയ്ക്ക് ഇതിൽ നിന്നെയൊക്കെ. ഒരു മാനും മനുഷ്യനില്ലാത്ത ഏരിയ. നേരെ കൂടെ എല്ലാം കൂടെ ആരോടും പറയാണ്ട് വന്നു. ഇവിടെ വെള്ളം ഉണ്ടല്ലോ. അയ്യോ, ഞാൻ ആരായി ചെരുപ്പിട്ടുണ്ട് വന്നേക്കണേ. ഞാൻ ചെരുപ്പ് മാറിപ്പോയി. ഞാൻ എൻ്റെ ചെരുപ്പാന്നോർത്ത് വേറെ ആരുടെ ചെരുപ്പ് ഇട്ടേക്കണം. ഇത്രയും വലുതാ. ഇതേ പ്രാവെല്ലാം കൂടെ ഇരിക്കുന്നുണ്ട് അവിടെ. സനലിൻ്റെ ആയിരിക്കും. ഇതിവിടെ വെള്ളമുണ്ട്. മീനുണ്ട് തോട്ടിൽ അവിടെ. പ്രാവ് കുറുകുറുന്ന് വയ്ക്കുന്നു. കണ്ടോ പറക്കുന്നുണ്ടോ? ഇതേ അവിടെ എന്തോ നട്ട് വെച്ചിട്ടുണ്ട്, പയറാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ വലിയ പാടില്ലായിരുന്നു, തിരിച്ച് കയറി അങ്ങനെ പോകുന്നേ ഓർക്കുന്നു. നോക്കി അയ്യോ എനിക്ക് വയ്യ, നമുക്ക് കയറി പോകാം. ചെളിയുണ്ടോ അവിടെ? എനിക്ക് ഇതാ വഴി, ഇതേ മേലെ. ഇതാ അല്ല, ഇതല്ല, അവിടെ അങ്ങോട്ട് പോയിക്കോ. ദൂ മേലോട്ട് കയറിപ്പോള്ള വഴി അതിലെയാണ്. ഇതിലേ കയറി നമുക്ക് അവിടെ ചെന്ന് എടിച്ചാ താണു പോവും. അങ്ങോട്ട് പോലെ കുക്കു എവിടെ കയറിയിരിക്കുന്നേ? എന്തി കൊള്ളാം അത്. ഈശ്വര. അയ്യോ, ഇതിൽ കയറാൻ പുല്ലും കാടും. അതാണ് അത് കേട്ടോ, അവിടെ കല്ല് കിടക്കുന്നുണ്ടോ? ദൂണ്ടേ അതിലേ കയറി പോണേ. അയ്യോ നമ്മളിവിടെ പെട്ടു ഗൈസ്, പെട്ടു, കാട്ടിൽ പെട്ടു. അല്ല, നമുക്ക് വന്ന വഴി തിരിച്ചിട്ട് അങ്ങനെ കയറാം. ഇതിൽ കയറാൻ പറ്റുമോ? ഇനി അതിസാഹസികമായ യാത്രയാണ്. ഞാൻ ഇവിടെ കൂടി കിടക്കാൻ. എടി അതിൽ നമുക്ക് തിരിച്ചു പോയിട്ട് അങ്ങനെ കയറാം. അയ്യോ, ഫോൺ എന്തേലും താഴെ പോവും. വെയിലായി. നമ്മൾ അവിടെ നിന്ന് പോരുന്ന കാര്യം കേട്ടോ, വെയിൽ കൂടി. ഇപ്പം നട്ടാക്കുരുക്ക വെയിലായി, നട്ടാക്കുരുക്ക വെയിൽ. ഈശ്വര രക്ഷിക്കണം. അയ്യോ, ഇതിനെങ്ങനെ കയറും? വീണ്ടും പെട്ടു ഗൈസ്, വീണ്ടും പെട്ടു. ഒരു കാര്യം ചെയ്യാം, വാ നീ വാ, നിനക്ക് ഞാൻ അതേ കയറി നോക്കാം. എന്നിട്ട് ഇതിലെ കയറാൻ വാ. അയ്യോ അയ്യോ അയ്യോ, ഇതാണോ? കയറി വാ, കയറി. പിടിക്കണോ? അയ്യോ, ഈ ഫോണൊന്ന് പിടിച്ചേ. അയ്യോ പൊയ്ക്കോ. ഈശ്വര, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ഓർമ്മയുണ്ടോ, മറ്റേ കാർത്തും നമ്മളെല്ലാം കൂടെ എന്തോ പറിക്കാനായിട്ട് വന്നല്ലോ, കയ്യോന്നി പറിക്കാൻ. കാർത്തും ഞാനും നീ മാത്രം. നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അപ്പുറേ പോയി, അക്കരുതാ അവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടനും ചേച്ചി ഇവിടെ അലക്കവും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തോട്ടിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. എവിടെ? വെള്ളം വറ്റിപ്പോയതാട്ടോ, വെള്ളം ഉണ്ടായിരുന്നാണ്. അപ്പോൾ നേരത്തെ ആൾക്കാർ അലക്കവും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ മഴ പെയ്യാറില്ലല്ലോ, അങ്ങനെ വെള്ളം വറ്റിപ്പോയതായിരിക്കും.
അതാ വേണ്ട അതെ കണ്ടോ അതിലേ പോണേ. ഇത് ചൊറിയണയാട്ടമ്മേ, സൂക്ഷിച്ചോ. വഴിയില്ലേ? അയ്യോ നമ്മൾ പെട്ട് വന്ന വഴിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നുന്നു. എവിടെ വഴി ഉണ്ടാവും? നേരത്തെ ഇവിടെ ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു. വഴിയുണ്ട്. ചൊറിയുന്നു മിക്കവാറും. ഞാനിന്ന് കുഴിയിൽ കിടക്കും. വേണ്ടായിരുന്നു. പോടി മഞ്ച. ആ വന്നാ മതിയോ? അവിടെ നിങ്ങൾ അവിടെ ഒന്ന് കയറിയപ്പോൾ ഞാൻ ഓർത്ത് അവിടെ വെള്ളം ഉണ്ടെന്ന്. ആ വെള്ളം വറ്റി. നേരത്തെ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ നിന്ന് കുളിക്കുകയോ അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാനോ ഇവിടെ ഉള്ളവർ. എനിക്ക് ബാത്റൂമിൽ ഇടയിലുണ്ടോ? ഞാനിവിടെ കുളി. ഇവിടെ ഉള്ള ആൾക്കാർ എന്തേരം വേസ്റ്റാണ്. നോക്കുക സോപ്പിൻ്റെ കവറും. അയ്യേ അപ്പടി അഴുക്കായി വെള്ളം. വാ പോവാം. ഇതിനകത്താ ഇതിനകത്താണ് അവന്മാർ മീൻ പിടിക്കാനായിട്ട് വരാൻ തുടങ്ങിയത്. എടി ഇറങ്ങും വെയില്. അതിനകത്ത് കാലിടാൻ കൊള്ളത്തില്ലതേ, ചീഞ്ഞ വെള്ളം. പക്ഷെ അവിടെ ഇച്ചിരി കൊള്ളാം കേട്ടോ. അതാ ആ തെളിഞ്ഞ വെള്ളം. ചിലപ്പോൾ അങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നതായിരിക്കുവേ. ഇതുണ്ടോ എപ്പടി ചീക്കളായി. ഇത് ഇപ്പോഴും ഇവിടെ ആരും അലക്കുന്നുണ്ട്. കണ്ടില്ലേ കല്ലൊക്കെ. മീമിയുണ്ടോ? നല്ല തണുത്ത വെള്ളം. കാലിട്ടാ വെച്ചാ നല്ല തണുപ്പ്. പിന്നെ ഈ ഊപ്പമീനെ പിടിക്കാൻ എവിടെ വന്നേ? ആ പുല്ലിൻ്റെ ഇടയിൽ കയറി ചൊറിയുന്നു. എൻ്റെ അമ്മ. മാനത്ത് തന്നെയാ. കഴിഞ്ഞ തവണ വന്നപ്പം ഞങ്ങൾക്കേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇതേ ഉണ്ട്. എത്ര നടന്ന് കയറിയപ്പോഴേക്കും മടുത്തു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് കാവലിന് ജിമ്മി ഉണ്ടായിരുന്നു. പാവം അവനിപ്പം ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല. വെറുതെ നടന്നിറങ്ങി വന്നാലേ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇവിടെ. വെറുതെ വന്നു. മനുഷ്യൻ്റെ ഊപ്പാടും തീർന്നു. നമുക്കേ ചെന്നിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് പോവാം. ലോജിൻ്റെ അങ്ങോട്ട് പോയിട്ട് അപ്പുറം പോവാം. അവിടെ വരുന്നവരെ നമുക്ക് അവിടെ ചെന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ ഇരിക്കാം. ഇവിടെ നിന്ന് എന്തോ എന്നാ ചെയ്യാനാ ഇവിടെ ഇരുന്ന്. അവളതിനെ താക്കോല് തന്നിട്ട് പോയാൽ നമ്മൾ നേരത്തെ പോവാൻ അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞാൽ താക്കോല് തന്നേ. തന്നെയല്ല അവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇപ്പം പട്ടിണിയായി കാണും. ഇത് മറ്റേ ഇതല്ലേ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാം. നമുക്ക് റൂട്ട് മാറിപ്പോയ ചേട്ടാ. ഓക്കെ ഇങ്ങനെയും പോവാതെ. കാർത്തൂൻ്റെ ഒക്കെ വീടിൻ്റെ അവിടെ ചെല്ലും. റബ്ബർ ഷീറ്റ് ഇനി എനിക്ക് ഒരടി നടക്കാൻ പറ്റൂല. അയ്യോ എൻ്റെ അമ്മ, എന്നാൽ എനിക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ടല്ലേ. കുഴപ്പമില്ല. അത് മാത്രമല്ല ഇപ്പം നടക്കുന്നില്ലല്ലോ.
അതെ താഴെ റെഡ് കളറിലെ പൈനാപ്പിൾ, ഇവിടെ നാടെ ഗ്രീന്, ഫുള്ള് ഗ്രീൻ. വെറൈറ്റി പൈനാപ്പിളുകളാണ് അവിടെ ഉള്ളത്. ഏത്? ആ അങ്ങോട്ട് വരുമോ? ആ വരിക വരിക.